BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കേസുകളിൽ സാക്ഷികളാകുമ്പോൾ ഡോക്ടർമാർ കോടതികളിൽ വന്ന് അനാവശ്യമായി കാത്തിരിക്കേണ്ടതില്ലെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കലൂർ IMA ഹൌസിൽ നടന്ന IMA കൊച്ചിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോടതികളിൽ നേരിട്ട് ഹാജരാകാതെ ഡോക്ടർമാർക്ക് അവർ ജോലി ചെയ്യുന്ന ആരോഗ്യ സ്ഥാപനത്തിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകാൻ സാധിക്കും. ഡോക്ടർമാർ സാക്ഷികളായി കോടതികളിൽ നേരിട്ടെത്തിയാൽ അഭിഭാഷകൻ മുഖേന ജഡ്ജിയെ വിവരം ധരിപ്പിച്ചാൽ ആദ്യം തന്നെ കേസ് പരിഗണിക്കുമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞു. ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി IMA അടക്കമുള്ള സംഘടനകൾ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ MM ഹനീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ ജോർജ് തുകലൻ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പുതിയ പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് എബ്രഹാമിനെ പരിചയപ്പെടുത്തി. മുൻ പ്രസിഡന്റ് ഡോക്ടർ സുനിൽ K മത്തായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ഡോക്ടർ ജേക്കബ് എബ്രഹാം 2024-25 വർഷത്തെ പദ്ധതികൾ അവതരിപ്പിച്ചു. IMA ഹൌസ് ചെയർമാൻ ഡോക്ടർ VP കുറേപ്പ, മുൻ പ്രസിഡന്റ് ഡോക്ടർ M വേണുഗോപാൽ, IMA ബ്ലഡ് ബാങ്ക് ചെയർമാൻ ഡോക്ടർ K നാരായണൻകുട്ടി, IMA ഹൌസ് കൺവീനർ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, WCW ചെയർപേഴ്സൺ ഡോക്ടർ മാറി സൈമൺ, IDA കൊച്ചി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മീര ഗോപാലകൃഷ്ണൻ, IMA കൊച്ചിയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ സച്ചിൻ സുരേഷ്, ട്രഷറർ ഡോക്ടർ ബെൻസിൻ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. പരിസര പ്രദേശങ്ങളെല്ലാം വികസിപ്പിച്ചപ്പോഴും അരനൂറ്റാണ്ടിലേറെയായി ചെങ്ങമനാട് കവല ഒരു മാറ്റവുമില്ലാതെ അതേപടി തന്നെ. വാഹനങ്ങളുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചെങ്കിലും ചെങ്ങമനാട് കവലയ്ക്ക് മാറ്റമുണ്ടായില്ല. തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗത കുരുക്കിനാൽ വീർപ്പുമുട്ടുകയാണ് ജനങ്ങൾ. കവലയുടെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളായ ചുങ്കം, പാലപ്രശ്ശേരി, പൊയ്ക്കാട്ടുശ്ശേരി, അത്താണി ഭാഗങ്ങളെല്ലാം വികസനത്തിന്റെ ഭാഗമായെങ്കിലും ചെങ്ങമനാട് കവല ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ആലുവ, തലക്കൊള്ളി, പുതുവാശ്ശേരി, പനയക്കടവ് എന്നിവിടങ്ങളിൽ നിന്ന് പാനായിത്തോട് പാലവും പനയക്കടവ് പാലവും കടന്നെത്തുന്ന വാഹനങ്ങൾ ചെങ്ങമനാട് കവലയിലെ തെക്ക് ഭാഗത്ത് എത്തിച്ചേരുന്നു. കൊടുങ്ങല്ലൂർ ഭാഗത്ത് മാഞ്ഞാലി വഴി എത്തുന്ന വാഹനങ്ങൾ കയറ്റം കയറി കവലയിലെ പടിഞ്ഞാറ് ഭാഗത്തും എത്തിച്ചേരുന്നു. മാള, അന്നമനട, കണക്കൻകടവ്, വട്ടപ്പറമ്പ്, കുറുമ്പശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിൽ കവലയിലെ വടക്ക് വശത്തുകൂടി കവലയിലേക്ക് പ്രവേശിക്കുന്നു. ദേശീയപാതയിൽ ആലുവ, അങ്കമാലി ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ അത്താണി വഴി കവലയുടെ കിഴക്കേ ഭാഗത്തു കൂടിയും ചെങ്ങമനാട് കവലയിലെത്തുന്നു. ഇതിനു പുറമെ ഇടറോഡുകളിലൂടെ ചെങ്ങമനാട് കവലയിൽ നേരിട്ടെത്തുന്ന വാഹനങ്ങളും ഏറെ. ഭാരവാഹനങ്ങളും ദീർഘദൂര ബസ് സർവീസുകളും അടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത്. വലിയ കണ്ടെയ്നറുകളുടെയും വിമാനത്താവളത്തിലെയുമുള്ള ഒട്ടേറെ കാറുകളുടെയും സഞ്ചാരവും ഇതുവഴി തന്നെ. വിമാനത്താവളത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ചെങ്ങമനാട് കവലയിൽ ഇത്രയേറെ തിരക്കുണ്ടായിട്ടും കവല വികസിപ്പിക്കുന്ന കാര്യത്തിൽ അധികൃതർക്ക് അമാന്തമാണ്. കനത്ത മഴയെ തുടർന്ന് ചെങ്ങമനാട് പഞ്ചായത്ത് 1-ാം വാർഡിലെ തോറോട്ടിക്കുന്ന് പാടശേഖരത്തിലെ നെൽകൃഷി വെള്ളം കയറി നശിക്കുന്നു. കഴിഞ്ഞ വർഷം നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാത്തതിനാൽ കർഷകർ കൃഷി ചെയ്തിരുന്നില്ല. ഇത്തവണ വളരെ പ്രതീക്ഷയോടെ 2.25 ഏക്കറോളം ഭാഗത്ത് തുടങ്ങാൻ ആരംഭിച്ച നെൽകൃഷിയാണ് തുടക്കത്തിൽ തന്നെ കർഷകർക്ക് വിനയായി മാറിയത്. 1,00,000 ലക്ഷം രൂപയോളം ചെലവ് ചെയ്താണ് വയൽ ഉഴുത് കൃഷിയോഗ്യമാക്കി ഞാറുനടലിന് സജ്ജമാക്കിയത്. ചെങ്ങമനാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ ചെങ്ങമനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് തോറോട്ടിക്കുന്ന് പാടശേഖരത്തിൽ കാലങ്ങളായി കൃഷി ചെയ്തു വരുന്നത്. കൃഷിഭവന്റെ ഇടപെടലിനെ തുടർന്ന് കർഷകർക്ക് വൈദ്യുതി നിരക്കും സൗജന്യമായി നൽകിയിരുന്നു. പരമ്പരാഗത കർഷകരുടെ പച്ച പുതച്ച വിളഭൂമിയായിരുന്ന തോറോട്ടിക്കുന്ന് പാടശേഖരത്തിൽ നിന്ന് കർഷകർ അധികവും കൊഴിഞ്ഞുപോയെങ്കിലും കൃഷിയെ നെഞ്ചേറ്റുന്ന ഏതാനും കർഷകർ മാത്രമാണ് ഏറെ ക്ലേശം സഹിച്ച് ഇപ്പോഴും ഇവിടെ നെൽകൃഷി നിലനിർത്തുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വയൽ ഞാറുനടലിനു വേണ്ടി പാകപ്പെടുത്തിയ കർഷകർ മഴ ശക്തി പ്രാപിച്ചതോടെ വിഷമത്തിലായി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയാണ് നെൽകൃഷിയെ സാരമായി ബാധിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിച്ചാൽ ഇത്തവണത്തെ കൃഷിയും മുടങ്ങുമെന്ന ആശങ്കയിലാണ് കർഷകർ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ചേരാനല്ലൂർ ദേശീയപാതയിൽ മഞ്ഞുമൽ കവലയിലും പരിസരങ്ങളിലും അനധികൃത ലോറി പാർക്കിംഗ് മൂലം അപകട സാധ്യത വർദ്ധിക്കുന്നതായി പരാതി. ചേരാനല്ലൂർ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിൽ ഇടപ്പള്ളിയിലേക്ക് കടന്നു പോകുന്നതിനായി തിരിയുന്ന ഭാഗത്താണ് ലോറികൾ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. ലോറികൾ കാഴ്ച മറയ്ക്കുന്നതിനാൽ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാതെ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വലിയ വാഹനങ്ങളാണ് ഇവിടെ കൂടുതലായും പാർക്ക് ചെയ്യുന്നത്. വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് ഇവിടെയുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാൻ പോലീസും നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പാർക്കിംഗ് നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകളും ഇവിടെ സ്ഥാപിക്കണമെന്നും വ്യാപാരി സംഘടനകൾ ആവശ്യപ്പെടുന്നു.
അരൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയുടെ വ്യാപന തോത് കുറഞ്ഞെങ്കിലും ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തുന്ന സംയുക്ത പരിശോധന തുടരുന്നു. കഴിഞ്ഞ മാസം 34 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഭൂരിഭാഗം പേരും സുഖം പ്രാപിച്ചു. നിലവിൽ 5 കേസുകളുണ്ട്. ഇന്നലെ അരൂർ മത്സ്യ മാർക്കറ്റ്, മാംസ വിൽപ്പനശാലകൾ, വിവിധ കമ്പനികൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. ഉയരപ്പാത നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലവും പരിശോധിച്ചു. പലയിടത്തും മലിനജലവും ഖരമാലിന്യവും കെട്ടിക്കിടക്കുന്നത് കണ്ടെത്തി. ഇതിനകം അരൂർ പഞ്ചായത്തിലെ വിവിധ കമ്പനികൾ ഉൾപ്പെടെ 260 സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വാക്കാൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി തുടങ്ങി. 5 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. ഉയരപ്പാത നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ശുചിത്വമില്ലെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അരൂരിലെ മത്സ്യ മാർക്കറ്റിന് സമീപവും മാലിന്യം കുമിഞ്ഞുകൂടുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.